കാണുന്നവർക്കെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മഴ നമ്മളോടൊക്കെ ദേഷ്യം തീർക്കുന്നത് പോലെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഴ എത്ര മനുഷ്യരുടെ മനസ്സിനെയാവും ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ടാവുക. മഴയും മഴത്തുള്ളിയുമൊക്കെ ആസ്വദിക്കാൻ ഒരുപാട് ഭംഗിയാണ്. ഈ കഴിഞ്ഞ പ്രളയങ്ങളിലും നമ്മുടെയൊക്കെ ബാക്കിയുള്ളവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ദൈവം ഈ ഒരു വർഷമെങ്കിലും അതിൽ നിന്നും അവർക്ക് മോചനം നൽകട്ടെ. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിമനോഹരമായ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. മഴക്കാലത്ത് നമുക്ക് ലഭിക്കുന്ന മോസ് അഥവാ പൂപ്പൽ വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി കുഞ്ഞു ഗാർഡനാണ് ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാൻ തിരഞ്ഞെടുത്ത മൺചട്ടിയാണ് ഈ ഒരു ചട്ടി. 290 രൂപയാണ് ഈ ഒരു ചട്ടിയുടെ റേറ്റ്. പലതരം ചട്ടികളുടെ വലിയൊരു ശേഖരം നമുക്ക് പിടികിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചട്ടിയെക്കുറിച്ച് നമുക്ക് വിശദമായി ഒരു വീഡിയോ ചെയ്യാം. ഈ ഒരു ചട്ടിയുടെ ഹോളുകളൊക്കെ നമുക്ക് ആദ്യം അടക്കണം. അതിനായി ഞാൻ ചകിരിച്ചോറാണ് എടുത്തിട്ടുള്ളത്. ചകിരിച്ചോറ് എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട പോലെ വാങ്ങിക്കുന്ന ചകിരിച്ചോറല്ല, ചകിരി ഉടച്ചതാണ്. അത് നമ്മൾ ഹോളിലൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായി കല്ലൊക്കെ നീക്കിയ മണ്ണ്, ഒരല്പം മണൽ കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരല്പം ചാണകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ അതിന് പകരം കമ്പോസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മുറ്റം അടിച്ച് നമ്മൾ ഒഴിവാക്കുന്ന ഇലകളെല്ലാം ഒരു ഭാഗത്ത് കൂട്ടിയിടുക. ആ കൂട്ടിയിട്ടതിൻ്റെ അടിഭാഗം ദ്രവിച്ച് മണ്ണായി മാറുന്ന സമയത്ത് നമുക്ക് അത് വാരിയെടുത്ത് ചെടിച്ചട്ടികളിൽ നിറച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ പോട്ട് നല്ല നിലയിൽ മണ്ണ് നിറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം നല്ല നിരപ്പായിട്ടാണ് ഞാൻ മണ്ണ് നിറച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിറച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മോസ് അഥവാ പച്ച പൂപ്പൽ. എന്തെങ്കിലും കത്തിയോ ചട്ടുകോ ഒക്കെ വെച്ച് നമുക്ക് ചുരണ്ടിയെടുക്കാം. ഇനി ഇതുപോലെ നന്നായി തിക്കായിട്ട് ഫുള്ളായി നിരത്തി കൊടുക്കുക. നിരത്തി കൊടുക്കുന്ന സമയത്ത് കൈ കൊണ്ട് മണ്ണിലേക്ക് നന്നായി അമർത്തി കൊടുത്ത് ജോയിൻ്റ് ആക്കുക. എന്നെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ വളർന്ന് തിക്കായി ലഭിക്കുകയുള്ളൂ. വലിയ പീസായി ഈ ഒരു പായൽ കിട്ടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു സെറ്റിംഗ് പൂർത്തിയാക്കാം. ഏകദേശം പകുതി ഭാഗമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ട്. എനിക്ക് ചെറിയ ചെറിയ പീസുകളാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഇത്രയും സമയമെടുക്കുന്നത്. വലിയ പീസൊക്കെ ആണെങ്കിൽ 2 പോർഷൻ മാത്രം മതി ഈ ഒരു മൺചട്ടി നിറഞ്ഞു കിട്ടാൻ. മതിലിലും മറ്റും നമ്മൾ അടർത്തിയെടുക്കുന്ന സമയത്താണ് ഇതുപോലെ പൊളിഞ്ഞു പോരുന്നത്. താഴെയൊക്കെ മണ്ണിൽ വളർന്നതാണെങ്കിൽ നമുക്ക് ചട്ടുകൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ അത് അടർത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ തന്നെ ഫില്ല് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് പെബിൾസ് വെച്ചും പ്ലാന്റ് വെച്ചൊക്കെ ഇതൊന്ന് ഭംഗിയാക്കി എടുക്കാം. എൻ്റെ കയ്യിൽ കൂടുതൽ കളർഫുള്ളായ പെബിൾസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെയുള്ള പെബിൾസ് വെച്ച് ഞാൻ റെഡിയാക്കുന്നു. നിങ്ങൾക്ക് നല്ല കളർഫുള്ളായ പെബിൾസൊക്കെ വെച്ച് വളരെ മനോഹരമാക്കി എടുക്കാൻ പറ്റിയ ഒരു മിനിയേച്ചർ ഗാർഡനാണിത്. ഈ ഒരു ഭാഗത്ത് ബ്ലാക്കും വൈറ്റും പെബിള് വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ സാധാരണ ചരക്കല്ലുകൾ പൊറുക്കിയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കല്ലുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഫേണിൻ്റെ തയ്യ് അവിടെ നട്ടു കൊടുക്കുന്നുണ്ട്. അതിനായി നമ്മുടെ വിരൽ വെച്ച് താഴേക്കൊന്ന് അമർത്തി ഒരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു ഫേണ് നമുക്കവിടെ നട്ടു കൊടുക്കാം. ഫേണ് നമ്മൾ വില കൊടുത്തൊന്നും വാങ്ങണ്ട, നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന ഫേണ് മതി. നെക്സ്റ്റ് ഭാഗത്ത്
ഒരു സ്പൈഡർ പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഒരു വിരൽ വെച്ച് ഹോളുണ്ടാക്കി നന്നായി അതിൽ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ നട്ടു കൊടുക്കുക. ഇനി ഒരു ക്രിപ്താന്തസ് തൈയൂടെ സൈഡിൽ നട്ടു കൊടുക്കുന്നുണ്ട്. ഓരോ ചെടിയും നടുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ വേര് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. വീണ്ടും ഒരു ചെറിയ ക്രിപ്താന്തസ് തൈ കൂടെ നട്ടു. ഇനി അതിലും ചെറിയ ഒരു ക്രിപ്താന്തസ് കൂടെ എൻ്റെ കയ്യിലുണ്ട്. അതും ആ ഒരു സൈഡിൽ ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്ലാന്റ് നടലൊക്കെ കഴിഞ്ഞു. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ ഒന്നുകൂടി മനോഹരമാക്കാൻ വേണ്ടി എന്ത് ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് ചെറിയൊരു ഐഡിയ കൂടി കിട്ടിയത്. ഇതിലേറെ ഒന്നുകൂടി മനോഹരമാക്കാൻ എന്ത് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? എനിക്കിതിനെ ഒന്നുകൂടി മനോഹരമാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പറമ്പിലിറങ്ങി കുറച്ച് മഴ പെയ്ത് ക്ലീനായ ചെറിയ ചരക്കല്ലുകൾ കൂടി പൊറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പെബിൾസ് വെച്ച ഇടയിലൊക്കെ ഇട്ട് കൊടുക്കാം. ആ ഒരു ചരലിൽ നിന്നും വലിയ കല്ലുകൾ പൊറുക്കി ഇതുപോലെ മറ്റു ഭാഗത്ത് നല്ല ഭംഗിയാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നട്ട ഫേണിന് ചുറ്റും നമ്മൾ പാറ കഷ്ണങ്ങൾ പോലെ കല്ലുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവ നമ്മൾ പെബിൾസിൻ്റെ ഇടയിലൊക്കെ ചെറുതായി തട്ടിക്കൊടുത്ത് ലെവലാക്കി കൊടുക്കുക. ഈ ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ ഈ ഒരു ചട്ടി തന്നെ വേണമെന്നില്ല. നമ്മുടെ കയ്യിൽ പൊട്ടിയ ബൗളുകളോ അതുപോലെ ബാസ്ക്കറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ നട്ടുകൊടുക്കാം. എപ്പോഴും ഈർപ്പം നിൽക്കണം എന്ന് മാത്രം. കണ്ടില്ലേ എത്ര മനോഹരമായിരിക്കുന്നു എന്ന്. പാറക്കെട്ടുകളും പച്ചപ്പും ചെടികളും ഒക്കെ നിറഞ്ഞ ഒരു കുഞ്ഞു ഗാർഡൻ. ഇതിലേറെ മനോഹരമാക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ എന്നെനിക്കറിയാം. ഈ ഒരു മഴക്കാലത്ത് സുലഭമായി കിട്ടുന്ന ഈ ഒരു മോസ് വെച്ച് നമ്മുടെ വീട്ടിലും ഒരു ഭംഗിയുള്ള കുഞ്ഞു മിനിയേച്ചർ ഗാർഡൻ സെറ്റ് ചെയ്യാം. മഴക്കാലം കഴിഞ്ഞാലും നന്നായി നനച്ചെന്നാൽ നമ്മുടെ കുഞ്ഞു ഗാർഡൻ എപ്പോഴും ഇതുപോലെ പച്ചപ്പായിട്ട് നിൽക്കും. എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു മിനിയേച്ചർ ഗാർഡൻ ഉണ്ടാക്കി നോക്കുക. വളരെ മനോഹരമാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനിയും ഒട്ടനവധി പുതിയ വീഡിയോസുമായി വരാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹകരണവും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.